ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സെർജിയോ. ആക്ച്വലി ഇന്നത്തെ ഇപ്പോൾ കഴിഞ്ഞത് അഞ്ചാമത്തെ കളിയായിരുന്നു IPL. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. സംഭവം കളി നല്ല സൂപ്പർ കളിയായിരുന്നു. നല്ല കിണ്ണം കാഴ്ച കളിയായിരുന്നു. പഞ്ചാബും മറ്റേ ഗുജറാത്തും ആയിരുന്നു കളി. നല്ല കളിയായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് പഞ്ചാബിനായിരുന്നു. പഞ്ചാബിന്റെ നല്ല സൂപ്പർ സ്കോർ അടിച്ചു. പഞ്ചാബ് മൊത്തത്തിൽ 243-ന് 5 വിക്കറ്റ് പോയി. ആദ്യം ഒരു പീയൂഷ് ആര്യ എന്ന് പറഞ്ഞ പുതിയ കളിക്കാരനുണ്ടായിരുന്നു. അവൻ 23 ബോളിൽ 47 റൺ അടിച്ചു. 7 4-ഉം 2 6 അടിച്ചു. രണ്ടാമത് നമ്മുടെ സ്വന്തം അയ്യറിന്റെ കളി നല്ല സൂപ്പർ എടുത്ത് പറഞ്ഞേ പറ്റൂ. അതായത് ഒരു ക്യാപ്റ്റനായ ഇങ്ങനെ കളിക്കണം, അല്ലാതെ സെഞ്ചുറിക്ക് വേണ്ടി കളിക്കുക. ഇപ്പം കോഹ്ലിയൊക്കെ ആയിരുന്നു ഉറപ്പായിട്ടും സെഞ്ചുറിക്ക് വേണ്ടി കളിക്കത്തില്ലായിരുന്നു. പക്ഷെ ഒരിക്കലും അയ്യർ ഇവിടെ സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചു. അവന് സ്വന്തം ടീമിന് വേണ്ടി കളിച്ചു. ഇവിടാണ് ഒരു യഥാർത്ഥ ക്യാപ്റ്റൻ, ഒരു റിയൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇവനെയാണ് യഥാർത്ഥ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അല്ലാതെ മറ്റേ കോഹ്ലിയൊക്കെ ആണെങ്കിൽ സെഞ്ചുറിക്ക് വേണ്ടി കളിക്കുന്നത്. അത് പോയിട്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. കോഹ്ലിയുടെ പഴയ ഒരു കളിയുടെ ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. അത് അവൻ സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചാൽ മതി. ഇന്ന് ആക്ച്വലി അയ്യർ ഒരിക്കലും മീൻസ് സെഞ്ചുറിക്ക് വേണ്ടി അല്ല, സ്വന്തം ടീമിന് വേണ്ടി കളിച്ചാണ്. അയ്യർ അടിച്ചു വെച്ചാൽ 42 പന്തിൽ നിന്ന് 97 റൺ അടിച്ചു. 5 4-ഉം 9 6. അട്ടിച്ച കിണ്ണം അട്ടിയാണ്. കിണ്ണം അട്ടിയായിരുന്നു. അട്ടി തരംഗം വലകൾ അട്ടി. പിന്നെ അയ്യറിന്റെ കൂടെ കളിച്ചത് ശശാങ്ക് കഴിഞ്ഞ കൊല്ലം കളിച്ച് നല്ല രീതിയിൽ കളിച്ചിട്ടുള്ളതാണ്. അതേ ശശാങ്ക് തന്നെ 16 പന്തിൽ നിന്ന് 44 റൺ അടിച്ചു. 6 4-ഉം 2 6. ശശാങ്ക് നല്ല സൂപ്പർ കളിയായിരുന്നു. അതായത് അയ്യരും ശശാങ്കുമാണ് ഏറ്റവും ബാക്ക് ബോൺ ആയിട്ടുള്ളത്, ഈ പഞ്ചാബിന്റെ ബാക്ക് ബോൺ. അങ്ങനെ പഞ്ചാബ് ഫസ്റ്റ് ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും 243 റൺ അടിച്ചു. 5 വിക്കറ്റ് പോയി. പിന്നെ അപ്പോഴത്തേക്ക് ഗുജറാത്തിൽ എറിയാമെന്നതിൽ സിറാജ് പിന്നെ ചെണ്ട എന്ന് പറഞ്ഞാൽ വെറും ചെണ്ടയല്ല, ഏറ്റവും വലിയ ചെണ്ട, ഇന്നത്തെ ഏറ്റവും വലിയ ചെണ്ട എന്ന സിറാജ് ആയിരുന്നു. 4 ഓവറിൽ 54 റൺ വിട്ടുകൊടുത്തു. ആട്ടി തലങ്ങും വിലങ്ങുള്ള അട്ടിയായിരുന്നു. മീൻസ് മൊത്തത്തിൽ അറിഞ്ഞു നോക്കി പറഞ്ഞു സിറാജിനെ. പിന്നെ റബാഡെ അടിച്ചെന്ന് വെച്ചാൽ ഒരു വിക്കറ്റ് ഉണ്ട്. പക്ഷെ 41 4 ഓവർ 41. സൗത്ത് ആഫ്രിക്കയുടെ റബാഡ 4 ഓവർ 40-ന് ഒരു വിക്കറ്റ് ഇട്ട്. പിന്നെ സായി കൃഷ്ണൻ നല്ലോണം എറിഞ്ഞു. കുഴപ്പമില്ല, അച്ചക്ക് നല്ലോണം എറിഞ്ഞു. അവൻ 30 റണ്ണേ കൊടുത്തുള്ളൂ. പക്ഷെ 3 വിക്കറ്റ് ഇട്ട്. കിണ്ണം കാച്ച് 3 വിക്കറ്റ് ഇട്ട്. നല്ലോണം ഒരുമാതിരിപ്പെട്ട നല്ല രീതി എറിഞ്ഞു. 30 റണ്ണേ കൊടുത്തുള്ളൂ. പക്ഷെ 3 വിക്കറ്റ് ഇട്ട്. പിന്നെ അങ്ങനെ ഇവരുടെ ഫസ്റ്റ് ഇത് കഴിഞ്ഞു. അങ്ങനെ ഇവരുടെ രണ്ടാമത്തെ ഇത് ഗുജറാത്തിന്റെ ബാറ്റിംഗ് തുടങ്ങി. ഗുജറാത്തിന്റെ ഗുജറാത്തിന് 232 റണ്ണ് അടിക്കാൻ പറ്റിയുള്ളൂ. 5 വിക്കറ്റ് പോയി. 11 റൺസിന് പഞ്ചാബാണ് ജയിച്ചത്. കളി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലാസ്റ്റ് കളി ക്ലൈമാക്സ് വരെ പോയി. പക്ഷേ ലാസ്റ്റ് ഓവർ ഇച്ചിരി ടൈറ്റ് ആയി പോയി, അടിച്ചെടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഗുജറാത്തിന്റെ കളിച്ചാരെന്ന് വെച്ചാൽ ഒരു സായി സുരേഷും 41 പന്തിൽ നിന്ന് 74 റൺ അടിച്ചു. 5 4-ഉം 6 6-ഉം. അത് കഴിഞ്ഞിട്ട് ഗില്ല് വന്ന്, നമ്മുടെ സ്വന്തം ഗില്ല് കുഴപ്പമില്ല. 14 ബോളിൽ 33 റൺ അടിച്ചു. 2 4-ഉം 3 6-ഉം. അത് കഴിഞ്ഞ് കരീബിയന്റെ റദർഫോർഡ് 33 പന്തിൽ നിന്ന് 54 റൺ അടിച്ചു. 4 4-ഉം 2 6-ഉം. റദർഫോർഡല്ല, ജോസ് ബട്ട്ലർ, ഇംഗ്ലണ്ടിന്റെ ബട്ട്ലർ 33 പന്തി 54 റൺ അടിച്ചു. അതായത് 4 4-ഉം 2 6-ഉം. അത് കഴിഞ്ഞിട്ടാണ് റദർഫോർഡ്, കരീബിയന്റെ, വെസ്റ്റ് ഇൻഡീസിന്റെ. അവൻ 28 പന്തിൽ നിന്ന് 46 റൺ അടിച്ചു. 4 4-ഉം 3 6-ഉം. പിന്നെ പഞ്ചാബിന് വേണ്ടി എറിഞ്ഞു വെച്ച അർഷദീപ്, നമ്മുടെ ഇന്ത്യൻ ബോളർ അർഷദീപ് കുഴപ്പമില്ല, നല്ല രീതിയിൽ എറിഞ്ഞു. 36 റണ്ണേ കൊടുത്തുള്ളൂ. 2 വിക്കറ്റ് ഇട്ടു. പിന്നെ മാർക്കോ ജോൺസൺ സൗത്ത് ആഫ്രിക്കയുടെ 44 റൺ കൊടുത്ത് 1 വിക്കറ്റ് ഇട്ടു. പിന്നെ മാക്സ്വെൽ 26 റൺ കൊടുത്ത് 1 വിക്കറ്റ് ഇട്ടു. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, മാക്സ്വെലിന്റെ ആക്ച്വലി വിക്കറ്റ് അല്ലായിരുന്നു, LBW ആയിരുന്നു. വന്നു കയറി ഫസ്റ്റ് ബോളിൽ തന്നെ LBW. മാക്സ്വെൽ അപ്പോൾ നോൺ സ്ട്രൈക്കിൽ ശ്രേയസ് അയ്യരായിരുന്നു. അപ്പോൾ മാക്സ്വെൽ ചോദിക്കുകയും ചെയ്തു, ഞാൻ റിവ്യൂ എടുക്കണം വേണ്ടത്. കഷ്ടകാലത്തിന് അയ്യർ പറയുകയും ചെയ്യടാ എടുക്കേണ്ട വിക്കറ്റാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ആക്ച്വലി പിന്നെ ലാസ്റ്റ് കമന്ററിക്കാർ പിന്നെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് അത് വിക്കറ്റ് അല്ലായിരുന്നു, അതായത് ബോൾ സ്റ്റമ്പിൽ കൊള്ളുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ചിലപ്പം ആ ഒരു കുറ്റബോധം അയ്യറിന് കാണുന്നത്. കാരണം അയ്യർ പറഞ്ഞാൽ റിവ്യൂ എടുക്കേണ്ട, കറക്റ്റ് വിക്കറ്റാന്ന് അയ്യരും പറയുകയും ചെയ്തപ്പോഴത്തേക്കും മാക്സ്വെൽ ഒരു ഇത്, കാരണം എങ്ങനെ എടുക്കണോ വേണ്ടെന്നുള്ള ആ ഒരു ഇത്. അങ്ങനെ മാക്സ്വെൽ എടുത്തതുമില്ല. പക്ഷേ അത് വിക്കറ്റ് അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് റിവ്യൂ എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് ബോൾ സ്റ്റമ്പിൽ കൊള്ളുന്നില്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും പക്ഷേ എനിക്ക് അയ്യൻ്റെ കളി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അയ്യൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കാരണം ലാസ്റ്റ് ഓവറിൽ അയ്യന് ശശാങ്ക് വന്നത്. ശശാങ്ക് അപ്പുറത്ത് ബാറ്റിംഗ് വയ്ക്കുമായിരുന്നു, അയ്യർ ഇപ്പുറത്ത്. ഇപ്പം വേറെ ആര് എന്നാലും ഓക്കെ, അവൻ 97 നിൽക്കുക. കാരണം നമുക്ക് ഒരു ബോളെങ്കിലും അവന് കളിക്കാൻ കൊടുക്കണമെന്ന് തോന്നി. പക്ഷേ ഇവൻ തന്നെ അങ്ങോട്ട് അയ്യർ തന്നെ ശശാങ്കിൻ്റെ അടുത്ത് പറഞ്ഞു, നീ കളിച്ചോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ സെഞ്ചുറിക്കായിട്ട് കളിക്കുന്നില്ല, നീ നിനക്ക് ഇഷ്ടമുള്ള കളിക്കാൻ പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസ് ശശാങ്കനുണ്ടായിരുന്നു. ശശാങ്ക് അതുകൊണ്ട് ലാസ്റ്റ് ഓവർ മൊത്തത്തിൽ നമ്മുടെ സ്വന്തം വേറെ ആരുമല്ല, സിറാജിനെ തല്ലിക്കൊന്നു പറഞ്ഞു. ലാസ്റ്റ് ഓവർ തലങ്ങും വലവും അട്ടിക്കുന്ന മൊത്തം 4 4 4 4 4 അമ്മാതിരി അട്ടിയായിരുന്നു.
അങ്ങനെ എനിക്ക് അയ്യൻ്റെ കളി വീണ്ടും എടുത്ത് പറയും ക്യാപ്റ്റനായ ഇങ്ങനെ കളിക്കുക. അതല്ല കോഹ്ലി കൂട്ടല്ല കളിക്കേണ്ടത്. കോഹ്ലി എന്ന് പറഞ്ഞാൽ സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചു പോകും, അവൻ സ്വന്തം ഇതിന് വേണ്ടിയാണ് കളിച്ചു. പക്ഷേ അയ്യർ ഇവിടെ ഒരിക്കലും അങ്ങനെ സെഞ്ചുറി വേണ്ടി കളിച്ചില്ല. കാരണം 97 അടിച്ചുള്ളൂ, കുഴപ്പമില്ല, നോട്ട് ഔട്ടാണ്. പക്ഷേ ലാസ്റ്റ് ഒരു വേണമെങ്കിൽ അവന് കൊടുക്കായിരുന്നു. പിന്നെ ശശാങ്കൻ വേണമെങ്കിൽ ഒരു ബോളെങ്കിലും അയ്യറിന് കൊടുക്കാൻ. പക്ഷേ അയ്യർ ആദ്യം പറഞ്ഞിട്ടാ എനിക്ക് ഞാൻ സെഞ്ചുറിക്ക് വേണ്ടി കളിക്കുന്നില്ല, നീ നിനക്ക് ഇഷ്ടമുള്ള കളിക്കുന്നത്, ആ ഒരു ഇത് ഓൾറെഡി പറഞ്ഞു കൊടുത്തോണ്ട് പിന്നെ ശശാങ്കിന് സ്വന്തം ഇഷ്ടമുള്ള കളിച്ചു. പക്ഷേ എനിക്ക് അയ്യൻ്റെ കളി ഇഷ്ടപ്പെട്ടു. എന്തായാലും പഞ്ചാബ് ജയിച്ചിട്ടുണ്ട്. ഈ കളിയിൽ പഞ്ചാബ് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ആഗ്രഹം ഞാൻ പറയുക, അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫിലേക്ക് കയറിയാൽ പറ്റുന്ന. കാരണം കുറേ വർഷങ്ങളെ അവർ ഇങ്ങനെ താഴെത്തട്ടി തന്നെ കിടക്കുക. കാരണം ഈ മീൻസ് വരാത്ത പിള്ളേർ വരട്ടെ എന്നുള്ള ആ ഒരു ചെറിയ ആഗ്രഹമുള്ളതുകൊണ്ടും ഒരു സാധാരണ ക്രിക്കറ്റ് പ്രേമി എന്നുള്ള ഒരു ചെറിയൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്. ഈ വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് പഞ്ചാബ് പ്ലേ ഓഫിൽ കയറട്ടെ. നല്ല കളിയായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ എന്തായാലും പഞ്ചാബ് ജയിച്ചു 11 റൺസിന്. അപ്പം ശരിയെന്നാൽ നാളെ വീണ്ടും കാണാം. ബൈ ബൈ, മസനാം.